ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന പാഷൻ ഫ്രൂട്ട് സ്ക്വാഷാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പാഷൻ ഫ്രൂട്ടിന്. വൈറ്റമിൻ റിച്ച് ആണ്. പ്രിസർവേറ്റീവ്സോ കളറുകളോ ഒന്നും ചേർക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ഈ സ്ക്വാഷ് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ ഇതിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പൾപ്പ് ഉണ്ട്. അത് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക, ഒരുപാട് അരഞ്ഞു പോകാതെ. ഇനി ഇതൊരു അരിപ്പയിലൂടെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഇതിൻ്റെ അരി എടുക്കുന്നില്ല, അത് ജ്യൂസ് മാത്രം എടുത്തിട്ട് അത് കളയുവാണ്. അപ്പോൾ എനിക്ക് 1.5 കപ്പോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീൽ ചെരുവത്തിലേക്ക് 1.5 കപ്പ് വെള്ളം. 1.5 കപ്പ് വെള്ളത്തിന് പൾപ്പിൻ്റെ ഇരട്ടി ഷുഗർ വേണം ചേർക്കാൻ. 3 കപ്പ് പഞ്ചസാര. നമ്മൾ ഈ പഞ്ചസാര 3 കപ്പ് ചേർക്കുമ്പോൾ ഇനി നമ്മൾ സ്ക്വാഷ് തയ്യാറാക്കുമ്പം വേറെ ഷുഗറൊന്നും നമ്മൾ ചേർക്കണ്ട. അതിനും കൂടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത്. ഈ 1.5 കപ്പ് വെള്ളത്തിലേക്ക് 3 കപ്പ് പഞ്ചസാര ചേർത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം. നന്നായിട്ട് തിളയ്ക്കണം. ഇളക്കി കൊടുത്ത് ഇതൊരു 4 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ്. കുരുവൊന്നുമില്ലാതെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് തിളച്ച് വരുമ്പം നാരങ്ങാനീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിത് സ്ക്വാഷാക്കി വെച്ചാലും പഞ്ചസാര വീണ്ടും ഈ സിറപ്പിൽ നിന്ന് വീണ്ടും പഞ്ചസാരയായിട്ട് വേർതിരിയാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മളെടുത്ത ഈ ജ്യൂസ് നമുക്ക് ചൂടാക്കണം. ഒരേ സമയം രണ്ടും ചൂടാക്കണം. അത് വേറൊരു ഫ്ലെയിമേലോട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതും നന്നായിട്ട് തിളപ്പിക്കണം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഒട്ടൽ പരുവാകണം. ഒരു നൂൽ പരുവാകണ്ട, ഒരു ഒട്ടൽ പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫ്രൂട്ട് സിറപ്പ് നന്നായിട്ട് തിളപ്പിച്ച് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പം ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷുഗർ സിറപ്പിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്താൽ എല്ലാം കൂടെ തിളച്ച് തൂകിപ്പോകും. അതുകൊണ്ട് ജ്യൂസ് കുറേശ്ശെയായിട്ട്, കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് പൊങ്ങുന്നുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ജ്യൂസായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജ്യൂസ് മുഴുവനായിട്ട് ചേർത്ത് നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ നന്നായിട്ടിത് ഇളക്കി തിളപ്പിക്കണം. ഇതിൻ്റെ മുകളിലെ പത നമുക്ക് വെട്ടിമാറ്റാം. നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കൂടെ തിളപ്പിച്ച് അടുപ്പിൽ നിന്ന് നമുക്കിത് വാങ്ങി വയ്ക്കാം. നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു വർഷം വരെ ഇത് കേടാകാതെ നമുക്ക് സൂക്ഷിക്കാം. നല്ല ഒരു സ്ക്വാഷാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇത് തണുക്കുമ്പോഴത്തേക്ക് നന്നായി ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിൽ നമുക്കിത് ഒഴിച്ച് സൂക്ഷിക്കാം. എനിക്ക് ഇത്രയും കൊണ്ട് 2 ബോട്ടിൽ സ്ക്വാഷ് കിട്ടി. ഇത് നന്നായിട്ട് തണുക്കുമ്പോൾ ഇത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.